നമസ്കാരം. വരണം വരണം വരണം. സാറിനെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സമയം കിട്ടണ്ടേ. 3-4 സംഘടനകളുടെ സ്ഥിരം പ്രസിഡന്റാ. പിന്നെ പള്ളി പെരുന്നാള്, ഫൈനാൻസ്, ഒന്നും പറയണ്ട. നിൽക്കളില്ലാത്ത ഓട്ടത്തിലാ. ഇരിക്കെ. മിസ്റ്റർ മത്തായിയുടെ തിരക്കൊക്കെ ഞങ്ങൾക്കറിയില്ലേ. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരു ഇൻഫർമേഷന് വേണ്ടിയാ. ആണോ? സാറിന് എന്നെ അറിയേണ്ടത്. ഈ മരിച്ചുപോയ ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി നിങ്ങളാണോ വാങ്ങിയത്? മരിച്ചതോ? കൊന്നതല്ലേ സാറേ. ക്രൂരമായ കൂട്ടക്കൊല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും വിലയില്ലാത്ത കാലമാ. എന്ത് നല്ല മനുഷ്യനായിരുന്നു ചാക്കോച്ചായൻ. പള്ളിയിൽ നിന്ന് മാറാൻ നടന്നിരുന്ന കുടുംബമായിരുന്നു. എന്നിട്ട് കർത്താവ് എങ്ങനെ വിധിയാണല്ലോ. സോറി മിസ്റ്റർ മത്തായി, ഞങ്ങൾ ചോദിച്ചതിന് ആൻസർ കിട്ടിയില്ല. സത്യം പറയാമല്ലോ സാറേ, ചാക്കോച്ചാന്റെ കാര്യം ഓർത്തപ്പോൾ ഞാൻ ചോദ്യം അങ്ങ് മറന്നുപോയി. എന്നാ ചോദിച്ചത്? പ്രോപ്പർട്ടി. പുള്ളിയുടെ വീട് സ്ഥലവും എന്നോട് എടുക്കണമെന്ന് പറഞ്ഞ് ചാക്കോച്ചായനും ആ ഇളയ പെണ്ണിന്റെ കാമു എന്ന് പറഞ്ഞ ചെറുക്കനും കൂടി ഇവിടെ വന്നായിരുന്നു. സത്യം പറയാലോ, ചാക്കോച്ചന്റെ കഷ്ടപ്പാട് കേട്ടപ്പോ ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചതാ. രജിസ്ട്രേഷൻ 2 ദിവസം മുമ്പ് പറയാ വില കുറഞ്ഞു പോയി കൂട്ടിത്തരണമെന്ന്. എന്നിട്ട് വില കൂട്ടിക്കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തിയോ? എങ്ങനെ നടത്താനാ? ചാക്കോച്ചായനായതുകൊണ്ട് നിലവിലുള്ള വിലയുടെ 25% വരെ കൂട്ടിത്തരാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞ ഞാൻ എന്നാ ചെയ്യാനാ? അത് ശരി. അപ്പൊ ഈ ചാക്കോ വാക്ക് പറഞ്ഞ പാലിക്കാത്ത ആളായിരുന്നു. ചാക്കോച്ചൻ അല്ല, അത് പിന്നെ എല്ലാവരും എന്തെങ്കിലും ദോഷവശം ഉണ്ടായിരിക്കുമല്ലോ. അത് സത്യവാ അല്ലേ സാറേ? മിസ്റ്റർ മത്തായി വാങ്ങിയില്ല പിന്നെ ആരാ പ്രോപ്പർട്ടി വാങ്ങിയെന്നറിയാവോ? അയ്യോ, അതെനിക്കറിയില്ല. അതിനു മുമ്പ് ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയില്ലേ ദുഷ്ടന്മാര്. അപ്പൊ മത്തായിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? അറിയില്ല സാറേ. സാർ, ഈ കൂട്ടക്കൊല നടന്നിട്ട് ഇത്രയും നാളായിട്ടും പ്രതികളെ പിടിക്കാത്തതിൽ നാട്ടുകാർക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. പ്രതിഷേധിക്കാൻ നാട്ടുകാർക്ക് അവകാശമുണ്ട്. അവർ പ്രതിഷേധിച്ചോട്ട്. കൊല്ലന്റെ ആലയിലെ ഇരുമ്പ് പോലെയാണ് മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങൾ. ഉലയിലിട്ട് പഴുപ്പിച്ച് ആഞ്ഞടിച്ചാൽ ചാരം മൂടിക്കിടക്കുന്ന ഏത് സത്യവും പുറത്തു വരും. വീണ്ടും കാണാം മിസ്റ്റർ മത്തായി. Yes, SP Devadas here. Yes, sir. വരാം സർ. തന്നെ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല. ആനമടി കൊലക്കേസ് തന്നെ ഏൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി വാശി പിടിച്ചപ്പോൾ ഞാൻ കരുതിയത് താൻ ഇവിടെ വന്ന് എന്തോ മാജിക്ക് കാണിക്കുന്ന. അയാൾക്കാണെങ്കിൽ ഇനി മുഖ്യമന്ത്രി കസേര ഒഴിയാൻ അധികം നാളില്ല. വെറുതെ താനായിട്ട് അയാളുടെ മാനം കെടുത്താൻ പോകണ്ട. എവിടം വരെ ആയി ഇതെന്റെ അന്വേഷണം? രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകമായി മാറാൻ എനിക്ക് തീരെ താല്പര്യമില്ല സാർ. മുഖ്യമന്ത്രി കസേര ഇനിയിപ്പോ സാറാണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്കാണെങ്കിൽ പിടിക്കപ്പെടുന്ന യഥാർത്ഥ കുറ്റവാളികളായിരിക്കും. അതിന് ചിലപ്പോ അല്പ കാലതാമസം വേണ്ടിവരും. ആ കാലതാമസം സംബന്ധിച്ച് എനിക്കും തനിക്കും മനസ്സിലാവും. പക്ഷെ ജനങ്ങൾക്ക് അതറിയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയായി നടക്കുന്നത്? ജനങ്ങളുടെ പരാതി ദിവസവും കൂടി വരികയല്ലേ? സാർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുകയല്ല, രാഷ്ട്രീയക്കാർ അവരെ രക്ഷപ്പെടുത്തുകയാണ്. താൻ അങ്ങനെ രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞാനോ എന്റെ പാർട്ടിയുടെ പ്രവർത്തകരോ തന്റെ കേസിൽ ഇടപെടുന്ന പ്രശ്നമില്ല. താൻ പറഞ്ഞ കാലതാമസം ഉണ്ടല്ലോ, അതൊന്നും ഒഴിവാക്കണം. എന്നിട്ട് എത്രയും വേഗം ആ പ്രതികളെ കസ്റ്റഡി എടുക്കണം. അതാണ് ആവശ്യം. ഓക്കെ സർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. യെസ്. എന്തായിരുന്നു തന്റെ അന്വേഷണമൊക്കെ? സർ, മരിച്ച ചാക്കോയുടെ മൂത്ത മകളുടെ ഭർത്താവിനെയും ഇളയ മകളുടെ കാമുകനെയും ചോദ്യം ചെയ്തു സർ. വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലേ? നോ സർ, 2 ഫിനാൻഷ്യൽസ് കൂടി ഒബ്സർവേഷനിലാണ്. യെസ് സർ, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി സർ, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ശരി സർ. മേ കം ഇൻ സർ? യെസ്. എന്തായി സാർ? പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് ഐക്യര വർക്ക് ചെയ്യുന്ന ഒരാളാ. ഇടുക്കിയിലൊരു കോൺട്രാക്ടറാ. മാതൃകാ ഫൈനാൻസ് ഉടമ മത്തായിയുടെ പാർട്ട്ണറുവാ. യു മീൻ ബിനാമി? സർ, ബിനാമിയാകാനാണ് സാധ്യത. ഉടനെ തന്നെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ വർക്കിയുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ സർ. ഈ ഐക്യര വർക്കിയെ ഒരുത്തനും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതെ.
സത്യം പറയടാ, ചാക്കോയും കുടുംബത്തെയും കൊന്നത് നീയല്ലേ? ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. റാസ്കൽ, പിന്നെ എന്തിനാണ് നീ അപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയത്? അത് ആള് മാറിപ്പോയതാ, സാറുമാരാന്ന് അറിഞ്ഞില്ല. ആ ചാക്കോ മേസ്റ്റിയുടെ പ്രോപ്പർട്ടി വിലക്ക് വാങ്ങിയത് നീയല്ലേ? പ്രോപ്പർട്ടി വാങ്ങിയത് ഞാൻ തന്നെ, പക്ഷെ പണം കൊടുത്തത് ഇടപാട് നടത്തിയൊക്കെ മത്തായിച്ചനാ. അതെന്തിനാ അയാൾക്കതിന്റെ പ്രോപ്പർട്ടി നിന്റെ പേര് വാങ്ങേണ്ട കാര്യം? ഫൈനാൻസിന്റെയും മറ്റും ഇൻകം ടാക്സ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പല പ്രോപ്പർട്ടികളും മത്തായിച്ചൻ എന്റെ പേരിലാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഇങ്ങനൊരു പ്രോപ്പർട്ടി മത്തായിച്ചൻ വാങ്ങിച്ചത് ശരിക്കും ചാക്കോച്ചനെ സഹായിക്കാനാ. ആര് എന്ന് ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞാലും അലിവുള്ള മനസ്സാ മത്തായിച്ചൻ്റെത്. നൗഷാദ് സർ, ഇവനെ വിടണ്ട, ഇവിടെ കിടക്കട്ടെ. സർ. സാറിനെ കാണാൻ വന്ന കാര്യം എന്താ ചോദിച്ചിട്ട് പറയുന്നില്ല. എന്താ പറയണം? എന്നെ അറസ്റ്റ് ചെയ്യണം സാർ. സാർ അന്വേഷിക്കുന്ന കൊലയാളി ഞാനാ. ചാക്കോ മേസ്ത്രിയെയും കുടുംബത്തെയും കൊന്നത് ഞാനാ സാറേ. തനിക്കെന്താ വല്ല മെന്റൽ പ്രോബ്ലം ഉണ്ടോ? ഇല്ല സാർ, എന്നെ കണ്ട അങ്ങനെ തോന്നും, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ കാരണം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് സാർ. അതിരിക്കട്ടെ, ഇപ്പോ ഇവിടെ വന്നിങ്ങനെ കീഴടങ്ങാൻ തോന്നാൻ കാരണം? മനസ്സിന്റെ കുറ്റബോധം എന്നെ വേട്ടയാടുകയായിരുന്നു സാർ. ഇത് കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പാപഭാരവുമായി അലഞ്ഞു. അവസാനം പള്ളിയിൽ പോയി കുമ്പസാരിച്ച് മനഃശുദ്ധി വരുത്തി. പോലീസിൽ കീഴടങ്ങണമെന്ന അച്ഛന്റെ നിർബന്ധമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത്? പണത്തിന് വേണ്ടിയാണ് സാർ. ജീവിക്കാൻ ജോലിയോ മറ്റു മാർഗമോ ഇല്ലാത്ത ആളാണ് ഞാൻ. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന മോഹമാണ് എന്നെ ഒരു കൊലയാളിയാക്കി മാറ്റിയത്. ഈ മരിച്ച ചാക്കോ മേസ്ത്രിയുടെ പണം ഉണ്ടെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? സർ, അത് രജിസ്റ്റർ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് ചാക്കോച്ചായൻ ബാഗിൽ പണം തിരികെ വെക്കുന്നത് ഞാൻ കണ്ടു. അന്ന് രാത്രി ഏതാണ്ട് 11:30 കാണും. ഞാൻ ചാക്കോച്ചായൻ്റെ വീട്ടിൽ ചെന്നു. ഇതാണ് സാർ ഉണ്ടായത്. എന്നിട്ട് നീ ചാക്കോ മേസ്റ്റിയുടെ വീട്ടിൽ നിന്ന് എടുത്ത ആ പണം എവിടെ?
സാർ ഞാൻ ആ പണവുമായി നേരെ ബാംഗ്ലൂരിലേക്കാണ് പോയത്. ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് പണമടങ്ങിയ ബാഗുമായിട്ട് കടന്നു കളഞ്ഞു. ഞാൻ അവനെ അവിടെയൊക്കെ അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല സാർ. കൊള്ളാം, കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കഥ ഉണ്ടാക്കുമ്പോ കുറച്ചുകൂടെ വിശ്വസനീയമാക്കണ്ടേ സ്റ്റീഫ? അല്ല സാർ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ആണല്ലോ, പറഞ്ഞു പഠിപ്പിച്ചത് വള്ളി പുള്ളി തെറ്റാതെ നീ അവതരിപ്പിച്ചു. പക്ഷെ അത് അതേപടി അങ്ങ് വിശ്വസിക്കാൻ ഞങ്ങൾ ഒരു LKG സ്റ്റുഡൻസ് അല്ല. നൗഷാദ്, സർ. അങ്ങനെ അങ്ങ് എഴുത്തള്ളാൻ പറട്ടെ. സർ. കേൾക്കുമ്പോൾ അവിടെ ഇവിടെ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും ഇവൻ പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. കേട്ടോ സ്റ്റീഫ, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് പറയാൻ കാണിച്ച ചങ്കൂറ്റത്തെ. പിന്നൊരു കാര്യം, നീ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ആരെപ്പ ചോദിച്ചാലും പറയാൻ സമ്മതമാണോ? സമ്മതമാണ് സാർ, 100 വട്ടം സമ്മതമാണ്. ഗുഡ്. നൗഷാദ്, സർ. ആനമുടി കൊലക്കേസുമായി സംബന്ധിച്ച് എല്ലാ എൻക്വയറിയും നമ്മൾ ഇതോടെ ക്ലോസ് ചെയ്യുന്നു. സാർ, അത് ബട്ട് വൺ തിങ്, ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഇടമറ്റം മത്തായി ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നു. എന്തിനാണ് സാർ മത്തായിയെ? പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടംന്ന് വെച്ചാൽ, നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക. കൊള്ളാമെന്ന് എന്തിനേ ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും. നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഡി ചരക്കെ ഡി. ഹിന്ദിയിൽ മാట్లాടലണ്ടി. दारू पीने के बाद मुझे हिंदी नहीं आता. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛ മാൽ ഞങ്ങളുടെ നാട്ടിലെ. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. మీరు నవ్వుతే చాలా అందంగా ఉన్నారు. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പറ കൊച്ചേ. మీరు చాలా ఆడుతున్నారు. పడుకోండి. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ടേ? അലക്കണ്ട. ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ മുദ്ദിലി വാല. മുതല വാല്. ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അണ്ടേ നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നു. ഇഷ്ടമാണോ നിനക്കെന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് നിനക്കെന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ നിനക്ക്? 15 ഞാൻ തരും. 15 പൈസ. जो भी मेरे खिलाफ आवाज उठाएगा मैं उसे खत्म कर दूंगा. छोटा. ഇനിമേലിൽ ഇവിടെ വരുന്ന വരുമാനത്തിന്റെ പാതി ദിവസവും അബ്ബാസ്റ്റിയുടെ വീട്ടിലെത്തിച്ചിരിക്കണം. പിന്നെ ഇവിടെ ഒരു നൃത്തക്കാരുണ്ടല്ലോ, എവിടെയാണ്? പുറത്തു പോയിരിക്കുക. ഗണപതി പൂജ ദിവസം അവൾ അബ്ബാസ്റ്റിയുടെ വീട്ടിലേക്ക് അയക്കണം. अगर कोई गलती हुई तो तू नहीं बचेगी. ये आखिरी मौका दे रहा हूं. എന്താ ഒന്നും മിണ്ടാത്തത്?
ആകെ ഡിപ്രസ്ഡ് ആണല്ലോ. മടുത്തു. ഒരു ജോലിയും കിട്ടുന്നില്ല. 50,000 രൂപയാണ് അത്രേ ഒരു ജോലി തരാൻ. അത്രയും കാശ് കയ്യിലുണ്ടെങ്കിൽ ആർക്കാ ജോലിയുടെ ആവശ്യം? നിന്റേന്ന് വാങ്ങിച്ച കടം തന്നെ തിരിച്ചു തരാൻ നിവൃത്തിയില്ല. സാരില്ല, വലിയ ജോലിയൊക്കെ കിട്ടി ധാരാളം പണമൊക്കെ ആവുമ്പോ എല്ലാം പലിശയും ചേർത്ത് ഞാൻ വാങ്ങിച്ചോളാം. നടക്കുന്ന കാര്യം പോലും പറ. ഞാൻ എന്തൊക്കെയാ നേർന്നിരിക്കുന്നതെന്നറിയോ? പക്ഷേ വലിയ ആളാവുമ്പോ ഈ പാവപ്പെട്ട ചായക്കടക്കാരി മറന്നു കളയരുത്. ശേഖർ, അണ്ണനും കൂടെ പോയാ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തു വന്നാലും അരിയണനായിരുന്നു ഒരു ധൈര്യം. അബ്ബാസ് അലിയുടെ ഓർഡറാണ്. ഇവിടുന്ന് പോകാതിരുന്നാല് അവന്റെ ആൾക്കാർ ഇവിടെ വന്ന് എന്നെ അടിച്ചിറക്കും. എനിക്ക് മാത്രമാവില്ല ഉപദ്രവം. എനിക്കാരെയും പേടിയൊന്നുമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് വല്ലവൻ്റെയും തല്ലുകൊണ്ട് ചാവുന്നതാ. നിന്റെ കാര്യം മാത്രമല്ല, പാവം സർദാർജിയും ശേഖറും എല്ലാവർക്കും ശല്യമാവും. ഇത്രയും കാലം ഇവിടെ ഉള്ളവർ എന്നോട് കാണിച്ച സ്നേഹം മാത്രമാണ് ഞാൻ സമ്പാദിച്ച മുതൽ. അതെങ്കിലും ബാക്കി ഇവിടെ ഇരിക്കട്ടെ, അതാ ഞാൻ പോവാന്ന് വെച്ചു. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? ഓ, ഉണന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ പോവാണ്. ഞാൻ പോവാണെന്ന്. എന്തു പറ്റി ശേഖരന്? കുഴപ്പമൊന്നുമില്ല. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നാളെ കാണാൻ ഒക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്താ അവനിത് ചെയ്യാൻ? മടുത്ത് കാണും. എല്ലാം സഹിക്കുന്നതിന് ഒരു അതിരല്ലേ. കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുന്നതാ. ബോംബെയുടെ ഏത് മുക്കിനും മൂലയിലും ഉണ്ട് ഒരു റൗഡി. അവന്മാർക്ക് റാമോളി ജീവിക്കാനാ ഇവിടെ ഉള്ളവരുടെ വിധി. അബ്ബാസ് അലി അല്ലെങ്കിൽ അവനെ പോലെ വേറൊരു തൊട്ടി. ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാലേ ബോംബെ മുഴുവൻ കിടന്ന് ഓടാനേ സമയം കാണും. വാചകം അടിക്കാൻ എല്ലാവരും ഉണ്ട്. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. തല്ലുകൊണ്ട് ചാവുന്നതിന് പട്ടിണി കിടന്ന് ചാവുന്നതിനെക്കാട്ടിലും അന്തസ്സുണ്ട്. നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കാം. ആരില്ലെങ്കിലും ഞാൻ നിൽക്കാം. ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. കാശുണ്ടാക്കാനുള്ള വല്ല പണിയും തുടങ്ങണം. എന്ത് പണി? ചുരുങ്ങിയ ചെലവിൽ 10 കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ചാരായം മാറ്റാനോ? അല്ല, കുടിക്കാൻ. സാധനം ഉണ്ടാക്കി തന്നാ മതി. കൊണ്ടുപോയി കച്ചവടമാക്കി കാശുണ്ടാക്കി തരുന്നതായാലും ഞാൻ ഏറ്റു. പോലീസ് പിടിച്ചാലോ? അബ്ബാസ് അലിയും പോലീസും ശാപ്പാടും എല്ലാം കൂടെ നടക്കില്ല. റെഡി ആണെങ്കിൽ പറ, തുടങ്ങാനുള്ള കാശ് ഞാൻ ഒപ്പിക്കാം. ഏയ്, അത് വേണ്ട. വല്ല കള്ളക്കടത്തും. എന്തോന്ന് എടുത്തു വെച്ച് കടത്തും? കള്ളക്കടത്തും. നീ പറഞ്ഞ തന്നെ മതി. ചാരായെങ്കിൽ ചാരായം. ഒരു ജോലിയില്ലാതെ ഇനിയും നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായി ജീവിക്കാൻ വയ്യ. വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ വളരെ കഷ്ടം. പാവ എൻ്റെ അമ്മ തൂത്തുവാരിയും പാത്രം മുറിയും പഠിപ്പിച്ചതാ മോനെ ഒരു എഞ്ചിനീയർ ആക്കാൻ. താൻ മരിച്ചാൽ അത് മാറുമോടോ? ഗോവിന്ദൻകുട്ടി തന്നോട് വഴക്കിടുന്നതിൻ്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായി. ഗതി കെട്ടാലും ഉടുപ്പൊലയുന്ന പണി ചെയ്യാൻ തനിക്ക് മടിയാണ്. ദുരഭിമാനം. മോഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റൊന്ന് കണ്ടെത്തണം. ചീപ്പ് മാനുവൽ ലേബർ ആണെങ്കിലും. ഞാൻ എന്തും ചെയ്യാം. എങ്കിൽ ജോലി ഞാൻ തരാം. ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒന്നും ആവശ്യമില്ല. പക്ഷെ കോട്ടും സൂട്ടും ഒന്നും ഇടാൻ പറ്റില്ല. ദേഹം അനങ്ങി പണി ചെയ്യേണ്ടി വരും. എന്താ ഇത്? ഇനി ഇതായിട്ട് എന്തിനാ ബാക്കി? നിന്റെ അമ്മ തൂത്തും തുടച്ചും കഷ്ടപ്പെട്ടത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ലേ? പഠിച്ചത് എന്തെങ്കിലും ഉപകരിക്കും. എത്ര കന്നാസ് റെഡി ആയിടേ? 3 കന്നാസ് റെഡി. 3 എണ്ണോ? വെളുപ്പാങ്കാലം തുടങ്ങിയല്ലേ? ഇത്രയാണല്ലോ. ഇവിടെ കിടന്ന് തല്ലുകൂടാനാണ് പരിപാടിയെങ്കിൽ ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി എൻ്റെ പാട്ടിന് പോകും. മാട്ടുങ്കയിലൊക്കെ ഉള്ള നാരങ്ങ റെഡിയാ. നീ എടുത്ത് വണ്ടി കയറ്റ. എന്താടാ കാർലി? ചോദിച്ച കേട്ടില്ലേ? അത്
ഞങ്ങളറിയാതെ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശുണ്ടാക്കിയടാ? എന്താടാ വായന നാക്കില്ലേ? ആരൊക്കെയാണ് നിന്റെ ചിങ്കിടികള്? പറയടാ, പറയടാ, പറയാൻ, പറയടാ പട്ടി. എടാ നീ എന്താ കുട്ടി കാട്ടിയത്? മനുഷ്യനെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അബ്ബാസ് അലിയോട് ആളെ അടിച്ചവങ്ങളെ യാരെയും എങ്കിൽ ഉയരോടെ വിട്ടതില്ല. അയാൾ അറിഞ്ഞാ പിന്നെ ഇവിടെ ചോര കളമായിരിക്കും. झगड़ा करने से पहले ये भी सोचना था कि दूसरों को भी तकलीफ होगी. അബ്ബാസ് ഇവിടെ വന്നിറങ്ങിയ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ വെച്ചേക്കില്ല. എത്ര നാൾ അവന്മാരുടെ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കും? ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചോണ്ടിരുന്നത്? മര്യാദയ്ക്ക് അവര് ചോദിക്കുന്നതും കൊടുത്തോണ്ടിരുന്നാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഷ്ടപ്പെടാൻ നമ്മൾ ബോസിന് സൂക്ഷിക്കാൻ അവന്മാരും അല്ലേ? നീ മിണ്ടി പോവരുത്. എല്ലാത്തിന്റെയും ശവം ഉടനെ കാണാം. ആരുടെയും ശവം ആരും കാണാൻ പോകുന്നില്ല. അബ്ബാസ് അലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അയാളെ കണ്ടോളാം. കൊന്നാലും തിന്നാലും എന്നെയല്ലേ ആവുള്ളൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ, ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം. സംഭവം നടന്ന ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നത്? 4 മണിക്ക്. എത്ര മണിക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? 3:30. എന്തിനാണ് നിങ്ങൾ അവിടെ പോയത്? ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ. ആര് പറഞ്ഞ അനുസരിച്ചാണ്? മിസ്റ്റർ ശ്യാം പ്രകാശ്. എന്തിനെ കുറിച്ചുള്ള കേസാണ്? വ്യാജമരുന്ന് വിറ്റതിന്റെ. ആര് വിറ്റു? മിസ്റ്റർ കൈമൾ. മിസ്റ്റർ കൈമൾ വ്യാജമരുന്ന് വിറ്റുവെന്നോ? കൈമൾ വിറ്റു എന്നതാണ് പോലീസ് കേസ്. ഏത് വകുപ്പ് പ്രകാരമാണ് ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്? ആ കേസിന്റെ വാദം ഏത് ഘട്ടം വരെയായി? ഇതുവരെ എത്ര സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു? തൊണ്ടിയായ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? പ്രോസിക്യൂഷന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? IPC സെക്ഷൻ 274 അഡൾട്രേഷൻ ഓഫ് ഡ്രഗ്സ് ആണോ? IPC സെക്ഷൻ 275 സെയിൽ ഓഫ് അഡൾട്രേറ്റഡ് ഡ്രഗ്സ് ആണോ പ്രോസിക്യൂഷൻ പ്ലീഡ് ചെയ്തിരിക്കുന്നത്? യുവർ ഓണർ, ആ കേസിന്റെ ബേസിക് ഫാക്ട്സ് പോലും അറിയാത്ത മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ശ്യാം പ്രകാശ് തന്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൈമൾ കൺസ്ട്രക്ഷൻസിലേക്ക് അയച്ചു എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമാണ്. യുവർ ഓണർ, ലെറ്റ് മീ കം ടു മൈ നെക്സ്റ്റ് പോയിന്റ്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അന്നേ ദിവസം ഒരു വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകാൻ വേണ്ടി നിങ്ങളുടെ സീനിയറായ ശ്യാം പ്രകാശിനോട്, അതായത് എന്നോട്, നിങ്ങൾ അനുവാദം ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ പോയില്ലേ? അത് ഞാൻ. യുവർ ഓണർ, അന്നേ ദിവസം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇലഞ്ഞിക്കര എന്ന സ്ഥലത്ത് പോയി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തു എന്നതിനുള്ള തെളിവുകൾ ഞാൻ ഹാജരാക്കാം. ഇത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ സഹോദരനുമായി എടുത്ത ഫോട്ടോയാണ്. യുവർ ഓണർ, ഞാൻ വിവാഹ നിശ്ചയത്തിന് പോയിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അത് വൈകുന്നേരം 5 മണിക്കായിരുന്നു. മിസ് ഗീത കൈമൾ കൺസ്ട്രക്ഷനിൽ വന്നു പോയ ഉടനെ ഞാൻ നേരെ എലഞ്ഞിക്കരയ്ക്കാണ് പോയത്. യുവർ ഓണർ, എന്റെ ജൂനിയറും മാന്യ സുഹൃത്തും സത്യസന്ധനും ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനുമായ നമ്മുടെ സാക്ഷി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ സത്യാവസ്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഫോട്ടോയിൽ അദ്ദേഹം കയ്യിൽ ധരിച്ചിട്ടുള്ള വാച്ചിലെ സമയം നോക്കിയാൽ മതി. അതിലെ സമയം 4 5 മിനിറ്റാണ്. യുവർ ഓണർ, അന്ന് എന്റെ വാച്ച് കേടായിരുന്നു. വാച്ച് കേടായിരുന്നു എന്ന നിങ്ങളുടെ വാദം സമ്മതിച്ചാൽ തന്നെയും പ്രശ്നം എന്തായിരുന്നില്ല. അന്നേ ദിവസം തന്നെ എടുത്ത ഈ ഫോട്ടോയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? യുവർ ഓണർ, ഈ ഫോട്ടോയിൽ ചുവരിലുള്ള ക്ലോക്കിലെ സമയം അങ്ങ് ദയവായി നോക്കണം.
അതിലെ സമയം 4:10. കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ നിന്നും ഇലഞ്ഞിക്കര വരെയുള്ള ദൂരം 80 കിലോമീറ്ററാണ്. അതായത് മിനിമം 2 മണിക്കൂർ യാത്ര. 4:10 വരെ ഇലഞ്ഞിക്കര ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സാക്ഷി 4 മണിക്ക് കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ വെച്ച് ഗീതയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക, യുവർ ഓണർ? ഇനി കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ വല്ലതും മാന്യ സാക്ഷി പഠിച്ചു വെച്ചിട്ടുണ്ടോ? യുവർ ഓണർ, ഇനി പല സാക്ഷികളെയും എനിക്ക് വിസ്തരിക്കാനുണ്ട്. അതിനു മുമ്പായി ഒരു രേഖ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. ഇത്തരം രേഖകൾ തെളിവായി സ്വീകരിക്കാമോ എന്നതിനെക്കുറിച്ച് വിവാദങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഇതിനെ ഞാനൊരു പ്രൈമറി എവിഡൻസ് എന്ന നിലയ്ക്കല്ല, ഒരു സപ്ലിമെന്ററി എവിഡൻസ് എന്ന നിലയിൽ ഈ കാസറ്റ് ടേപ്പ് ഹാജരാക്കുകയാണ്. പ്രകാശ്, ഇതൊരു തുടക്കം മാത്രം. ദിസ് ഇസ് ഓൺലി എ ബിഗിനിങ്. കൂടുതൽ ഷോക്കുകൾ നേരിടാൻ തയ്യാറായിക്കൊള്ളും. വൈകിട്ടില്ല, കോംപ്രമൈസിന് ഇതിന് സമയമുണ്ട്. എന്താ ഒന്നും ഉണ്ടാത്തത്? ഓഹോ, എന്നോട് ദേഷ്യമായിരിക്കും. ശ്രീ പ്രകാശ്, ഞാൻ സമ്മതിക്കുന്നു, എന്റെ മോൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ബട്ട് ഫോർ ദാറ്റ് മാറ്റർ, മദ്യത്തിന്റെ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു അബദ്ധം മാത്രമാണ്. ഇരുകൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ ഇത്രയും അടുപ്പമുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ്. എന്റെ ഓഫർ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ കേസിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 10 lakhs. ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഈ തുക ധാരാളമല്ലേ? നമുക്ക് എല്ലാം മറന്നൊന്നാകുകയും ചെയ്യാം. എന്ത് പറയുന്നു മിസ്റ്റർ പ്രകാശ്? യുവർ ഓണർ, ഇത് ഞാൻ അങ്ങോട്ട് ചെയ്ത ഫോൺ കോൾ ആയിരുന്നെങ്കിൽ ട്രാപ്പ് ചെയ്യാനുള്ള അറ്റംപ്റ്റായി വ്യാഖ്യാനിക്കാമായിരുന്നു. ബട്ട് പ്ലീസ് നോട്ട്, മിസ്റ്റർ കൈമൾ തന്നെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. കേസ് 22-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നമ്മുടെ അഡ്വക്കേറ്റിന്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. കേസ് നമ്മൾ തോക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇനിയും പല സാക്ഷികളെയും ഹാജരാക്കാറുണ്ടെന്നാ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാത്തതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. അപ്പൊ പിന്നെ നീ വിഷമിക്കണ്ട, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. കേസ് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടുക. എങ്ങനെ? പ്രകാശിന്റെ ഡിക്ഷണറിയിലെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് കോടതിയാണ്. ആ കോടതി തന്നെ അവന് വാട്ടർലുവായി മാറണം. ഇതാര് ഗോപാലകൃഷ്ണനോ? വാ 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 വാ. പിന്നെന്തൊക്കെയുണ്ട് ഗോപാലകൃഷ്ണ വിശേഷങ്ങൾ? ഒരു സ്മാൾ വെക്കട്ടെ? വേണ്ട സാർ, ഞാൻ എന്ന് ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കാൻ വന്നതായിരുന്നു. എവിടെ ജോയിൻ ചെയ്ത കാര്യം? അല്ല, സാറിന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് എന്നെ നിയമിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ? ഓ, അതെ. വരട്ടെ ഗോപാലകൃഷ്ണ, തൽക്കാലം ഗോപാലകൃഷ്ണൻ തനിയെ പ്രാക്ടീസ് ചെയ്യ്. സമയമാകുമ്പോൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാനങ്ങ് ചെയ്യാം. അല്ലേ അളിയ? പിന്നല്ലാതെ. സാർ, അത് കാശ് വല്ലതും വേണമല്ലേ? 1000-ഓ 2000-ഓ ആഫീസിൽ നിന്ന് അക്കൗണ്ടിനോട് ചോദിച്ചാൽ തരും. വാങ്ങിച്ചോ? കമോൺ, പോയിട്ട് വാ ഗോപാലകൃഷ്ണ. ഞാനല്ലേ പറയുന്നത്, ചെല്ലേ. സാർ, പോയിട്ട് വാ ഗോപാലകൃഷ്ണ. സത്യം പറഞ്ഞാൽ സാറിനെ ഫേസ് ചെയ്യാൻ എനിക്കിപ്പോ ബുദ്ധിമുട്ടുണ്ട്. സാറെന്ന് പറഞ്ഞതെല്ലാം ഇപ്പോഴെങ്കിലും പ്രകാശിന് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എന്റെ കാര്യങ്ങളെല്ലാം സാറിന് അറിയാമല്ലോ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വളരെയധികം ക്രൂശിക്കപ്പെട്ട ഒരാളായിരുന്നു എന്റെ അച്ഛൻ. അവസാന നിമിഷം വരെ നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടി. അച്ഛനെ പിടിച്ചു നിൽക്കാനായില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന അച്ഛന്റെ ബോഡിയുടെ ചിത്രം ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ മുഖത്തെ നിസ്സഹായത എന്റെ ജീവിതത്തിൽ ഒരു നിഴലായി കിടന്നിരുന്നു. ഈ ലോകത്ത് പണമാണ് ഏറ്റവും വലുതെന്ന ഫിലോസഫിയിലേക്കാണ് അതൊക്കെ എന്നെ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇന്നെനിക്ക് പ്രകാശ്, ഡിപ്രസ്ഡ് ആകേണ്ട കാര്യമില്ല. ടേക്ക് തിങ്സ് ആസ് ദേ കം. നിങ്ങൾക്ക് പശ്ചാത്തലം തോന്നി തുടങ്ങിയത് തന്നെ ഒരു നല്ല കാര്യമല്ലേ? സാർ, കൈമലിനെതിരെ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഫൈറ്റ് ചെയ്യാം. എനിക്ക് സാറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ കഴിയും. പ്രകാശിന്റെ സ്പിരിറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു, അഭിനന്ദിക്കുന്നു. ബട്ട് നേരത്തെ പറഞ്ഞതുപോലെ യു ആർ ലിറ്റിൽ ബിറ്റ് ലേറ്റ്. എനിക്ക് ട്രാൻസ്ഫർ ആണ്, പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്ന് ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന പ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല. എവിടെ ചെന്നാലും ജോലി ചെയ്യുക സത്യസന്ധമായി, ആത്മാർത്ഥതയോടെ, അത്രയേ ഉള്ളൂ. സാർ, ഈ ട്രാൻസ്ഫറിന്റെ പിന്നിലും കൈമളിന്റെ കൈകളാണ്. ഐ എം ഷുവർ. ആയിരിക്കാം. ലീവ് ഇറ്റ് പ്രകാശ്. അറ്റ്ലീസ്റ്റ് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി
കൈമളിനെതിരെയുള്ള പോരാട്ടത്തിന് ഒരു സ്പാർക്ക് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഈ സമയത്ത് സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വളരെയധികം ഹെൽപ്പാകുമായിരുന്നു. എന്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. എന്റെ എല്ലാ മോറൽ സപ്പോർട്ടും പ്രകാശനുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നമസ്കാരം മാഷേ. ഇരിക്കൂ. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല. മാഷൊന്ന് വേഗം റെഡിയായിട്ട്. ശ്യാംപ്രകാശ് മാഷയുടെ വരവും പ്രതീക്ഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുക. എന്താ മാഷേ, പ്രശ്നങ്ങളെല്ലാം തീർന്നു. മോഹനും ഗീതയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് അളിയെ സമ്മതിച്ചു. വെറുതെ എന്തിനാ മാഷേ കേസും വഴക്കും വയ്യാവലും ഒക്കെ? മാഷൊന്ന് വന്നാട്ടെ. ഞാനൊന്ന് ഡ്രസ് ഇതൊക്കെ മതിയെന്നേ. ഞാൻ ഗീതയോടൊന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ കൈമളിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം മോളെ. ശ്യാം അവിടെ വെയിറ്റ് ചെയ്യാ. ഇറങ്ങാം. പോയിട്ട് വരട്ടെ മോളെ. പ്രകാശ് ഉടനെ എത്തും. ഇപ്പൊ ഫോൺ വന്നിരുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. പ്രകാശ് വരട്ടെ മാഷേ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പ്രകാശും ഞങ്ങളും എങ്ങനെ കഴിഞ്ഞിരുന്നവരാണെന്ന് മാഷക്കറിയാമല്ലോ. ആ ബന്ധത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മാഷേ, നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ഗീതയെപ്പോലെ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അനുഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മോഹൻ ഗീതയെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയല്ലേ മര്യാദ. എത്രയും നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്കതങ്ങ് നടത്താം. എന്താ അളിയാ? ഇനിയുള്ളതെല്ലാം മാഷ് തന്നെയല്ലേ നടത്തേണ്ടത്. എന്താ ഇനിയും പ്രകാശനെ കാണാത്തത്? മാസ്റ്റർക്ക് ധൃതിയുടെ പൊക്കോളൂ. ഞാൻ പ്രകാശിനെ വീട്ടിൽ ചെന്ന് കണ്ടോളാം. അങ്ങനെ ആയിക്കോട്ടെ. ആ വാസവ, മാസ്റ്ററെ വീട് വരുന്നു ഡ്രോപ്പ് ചെയ്തേ. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പോ അങ്ങനെ ആട്ടെ.